ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണുസുതി ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ്. ശരിക്കും പ്രളയം, പേമാരി, അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ, ഇങ്ങനെയൊക്കെ പറയണ പോലെ ഒരു വല്ലാത്തൊരു വിപത്ത് തന്നെയാണ് രേണുസുതി. നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ കൈയടക്കി വെച്ചിരിക്കുകയാണ് ശരിക്കും. അതൊന്ന് ഇന്ന് കിട്ടിയില്ല, ഇന്നൊരു കണ്ടന്റ് കിട്ടിയില്ലെങ്കിൽ നാളെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കി വന്നിട്ട് മുസ്ലിം പയ്യനായിട്ട് കല്യാണം ഉണ്ടാകും, 90% ഉറപ്പാണ് പോലും. വെറുതെ നിന്നലക്ക അങ്ങനെ ഒരു പയ്യനേ ഇല്ല. അപ്പം അല്ല, ഒരു മുസ്ലിം പയ്യനെ നോക്കി പോകും, പക്ഷെ ആൾ പോയിട്ട് കല്യാണം കഴിക്കുന്നത് വേറെ ആളായിരിക്കും. അതിന് വേണ്ടിയിട്ട് ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. മുസ്ലിം പയ്യനെ കല്യാണം കഴിക്കാൻ പോകുന്നു, UK-കാരനാണ്, തട്ടിടാൻ സാധ്യതയുണ്ട് ചോദിച്ചപ്പോൾ ഉണ്ട്, 90% സാധ്യതയുണ്ട്. ഇനി 2 വർഷമേ ഉള്ളൂ, 1.5 വർഷം കൂടി ഇനിയുള്ളൂ. അപ്പോൾ അരവർഷം കഴിഞ്ഞല്ലോ, പറഞ്ഞ് അരവർഷം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇന്നലെ നടന്ന ഒരു ഉദ്ഘാടനത്തിന് ചേർത്തലയിൽ ചെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ചേർത്തലയിൽ ഇനാഗുറേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വ്ളോഗ്സ് എടുക്കുന്ന SP വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ ചെന്നു എന്ന് പറയുന്നത്. മാസ്ക് ഇട്ടിട്ട്, നല്ല വെയിലൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ മാസ്ക് ഇട്ടിട്ടുണ്ടാവായിരിക്കാം, നല്ല പൊടിയൊക്കെ ഇട്ടിരിക്കാം. ഇത് മൂപ്പരാൾ കാണാതിരിക്കാൻ, രേണുസുതി കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത് എന്ന് പറഞ്ഞ് അതിനെ വലിച്ച് കീറി ഒട്ടിക്കുന്നു. എന്തൊക്കെയാണ് അവർക്ക് അവരുടെ സ്വന്തം നാട്ടിലൊരു ഇനോഗ്രേഷൻ നടക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല. എൻ്റെ ഇനോഗ്രേഷൻ എന്തിന് എന്നെ നെഗറ്റീവ് പറയുന്നവർ വരുന്നു? ഇതാണ് രേണുസുതിയുടെ ക്വസ്റ്റ്യൻ. എന്തൊരു മാന്യമായ ക്വസ്റ്റ്യൻ ആണല്ലേ. അവരുടെ നാട്ടിലൊരു ഇനോഗ്രേഷൻ നടക്കുമ്പോൾ അവർക്ക് പോയി കാണാൻ പാടില്ല. രേണുസുതി അവിടെ ചെല്ലുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ഇനാഗ്രേഷന് ചെന്നപ്പോൾ അവിടെ SP വ്ളോഗ് അവിടെ ഉണ്ടായിരുന്നു. അതൊരു സ്ത്രീയാണ്, ആ സ്ത്രീയുടെ നാടാണ് ശരിക്കും ആ ചേർത്തല എന്ന് പറയുന്നത്. അപ്പോൾ ആ ചേർത്തലയിൽ വെച്ച് ഈ രേണുസുതിനെ എപ്പോഴും കുറ്റം പറയുന്നൊരു സ്ത്രീയാണ് പോലും. രേണുസുതി പറയുന്നത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആളുടെ വീഡിയോസിന് മുഴുവൻ രേണുസുതി അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ റൂമിൻ്റെ അകത്തിരുന്ന് അകത്ത് അടച്ചിരുന്നിട്ട് രേണുസുതിയെ കുറ്റം പറയുന്ന വ്യക്തി രേണുസുതിയെ എൻ്റെ ഇനോഗ്രേഷന് വേണ്ടി നീ എന്തിനു വന്നു, എന്നിട്ട് പാത്തും പതുക്കെ എൻ്റെ ഫോട്ടോ എടുത്ത് പോയല്ലോ. എന്തൊരു എന്തൊരു സ്ത്രീയാണ് ഈ രേണുസുതി. എന്താണ് ഇങ്ങനൊരു നെഗറ്റീവ്? എന്നിട്ട് എൻ്റെ ഇഷ്ടമുള്ളവരല്ലേ അവിടെ വരാൻ പാടുകയുള്ളൂ. എന്നെ ഇഷ്ടമില്ലാത്തവർ എന്തിനാണ് വരുന്നത്? എന്നിട്ട് അവിടെ ചോദ്യം ചോദിക്കാൻ കുറച്ച് ഒരേ സൗണ്ടിൽ 2-3 പേരുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. രേണുസുതി പറഞ്ഞേൽപ്പിച്ച് വരുന്നവരാണ്. ആ സൗണ്ട് എവിടെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് രേണുസുതി കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ട് ഒരു ആൻസർ പറയുന്നുണ്ട്. അപ്പോൾ ആൻസറൊക്കെ മുൻകൂട്ടി ഇവർ ആക്കി വെച്ചുള്ള ആൻസേഴ്സാണ്. ഇതൊക്കെ ഒന്ന് പബ്ലിഷ് ആക്കണം, അപ്പോൾ ആ ആഴ്ച വൈറലായി തീരും. അപ്പോൾ ഈ ആഴ്ചത്തേക്ക് പബ്ലിഷ് ആയിരിക്കുന്ന ഒന്ന് SP ബ്ലോഗിനെ തേച്ചൊട്ടിക്കലും, രണ്ടാമത് ഇപ്പോൾ നമ്മുടെ ഫിറോസിൻ്റെ ആ കുൽസിത ചാറ്റ്, മൂന്നാമത് ആൾ വൈറലാവാൻ നോക്കുന്നത് മുസ്ലിമിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നാണ്. ഇനിയിപ്പോൾ ഫിറോസ് ഖാനി ആയിരിക്കുമോ? അല്ല, പറയാൻ പറ്റത്തില്ല. ഇല്ല, ഒരു ചെക്കനെ എന്നാണ് ആൾ ഉദ്ദേശിച്ചത്, UK ചെക്കൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതാവാൻ സാധ്യതയില്ല, എന്തായാലും തട്ടിടാൻ പോവുകയാണ്, 1.5 വർഷം കഴിഞ്ഞാൽ 90% ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനോഗ്രേഷൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അതായത് ഇന്ന് എനിക്ക് ചേർത്തല ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു, ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോയെന്നിരിക്കും, ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പം ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന SP വ്ളോഗ് എന്നും കണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജിന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ. നാണമുണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണവും മാനമുണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ തുടക്കം കണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണുസുതി വലിയ ആളൊന്നുമില്ല, ആകെ ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ SP ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ പറ്റായിരുന്നു രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, രേണുസുതി ഇഷ്ടമുള്ളവർ എവിടെയാണെങ്കിലും വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ. രേണുസുതി വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട് കേട്ടല്ലോ. ചേച്ചി കൂടുതൽ, ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതുങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റായിരുന്നോ? എന്താ ഇതിനൊക്കെ പറയുക? അവിടെ ആളുകൾ ഇല്ല എന്ന് പറയുന്നതിന് പകരം ആളുകൾ കുറേ ഉണ്ടെന്ന് തന്നെ പറയണോ? അവിടെ അധികം പേരുണ്ടായിരുന്നില്ല, അതവർ സത്യം പറയണ്ടേ അവർക്ക്? പിന്നെ നിങ്ങൾ തന്നെയല്ലേ പറയുന്നത് നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആണ് എന്ന്. ഇപ്പോൾ വരുന്ന നിങ്ങൾ സെലിബ്രിറ്റി അല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇച്ചിരിയേ ഉള്ളൂ, പിന്നെ ഇച്ചിരിയുള്ള നിങ്ങൾ വലിയ ആളാണെന്ന് പറയണോ?
ഇത് ഓപ്പോസിറ്റ് പറയണോ എല്ലാം? നിങ്ങളുടെ പോലെ എല്ലാം നെഗറ്റീവ് അടിച്ച് പറയണോ? അവർ പറഞ്ഞത് എന്താണ്? ആ രേണുസുതി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നമ്മളിങ്ങനെ വിചാരിക്കുമല്ലോ, അപ്പോൾ അത്രയ്ക്കൊന്നും വലിപ്പമല്ല, ഒരു ഇച്ചിരി വലിപ്പത്തിലുള്ള ആളാണ്, ഞാൻ നേരിട്ട് പോയി കണ്ടു, ചേർത്തല എൻ്റെ നാട്ടിൽ വന്നപ്പോൾ നേരിട്ട് പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞു. അവരത് നെഗറ്റീവ് അടിച്ച് പറഞ്ഞതൊന്നുമല്ല. പിന്നെ അഥവാ നെഗറ്റീവ് അടിച്ച് പറയുകയാണെങ്കിൽ പോലും ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് അവരൊക്കെ പറയുന്നത് കൊണ്ടാണ് രേണുസുതി ഇന്ന് സ്റ്റാറായി നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ചേർത്തലയെ പോലും ഉദ്ഘാടനം ചെയ്തില്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തോ ആകുമായിരുന്നു രേണുസുതി. പിന്നെ നാണമുണ്ടോ SP വ്ളോഗ് ചേച്ചിക്ക് എന്ന് ചോദിക്കുന്നത്? എന്തിന് നാണിക്കണം? രേണുസുതിക്ക് നാണമുണ്ടോ? ഒരു തരത്തിലും നാണമില്ല. ഒരു തരത്തിൽ എന്തെന്ന് പറയുക, എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ പോവുക. ഇപ്പം ആ ഫിറോസിനെ കുറിച്ച്, കുൽസിത ചാറ്റിനെ കുറിച്ച് പറയണത്, ഇതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ കേൾപ്പിക്കാം നിങ്ങളെ. നമുക്കൊന്ന് അടുത്തൊരു വോയിസ് കേട്ടിട്ട് വരാം. ഈ ഫിറോസിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നില്ലേ? ഇത് മാത്രം എന്ത് വളച്ചൊടിക്കുന്നൊന്നും ഇല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിന് കൂടുതൽ പറയുന്നില്ല, കാരണം ഇങ്ങോട്ടും മര്യാദയ്ക്കാണ് സംസാരിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ പുള്ളി ഇട്ടായിരുന്നു. മര്യാദയ്ക്കാണ് സംസാരിച്ചത്, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. വീഡിയോയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വീഡിയോ സ്വീകരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനല്ലല്ലോ സ്വീകരിച്ചത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്തല്ലേ. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല, അവനൊന്നും മൈൻഡ് ചെയ്യാറില്ല വിവാദം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഫിറോസിൻ്റെ കുൽസിതം പുറത്തിറക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫിറോസ് ഒതുങ്ങി. ഫിറോസ് വളരെ പാവം പിടിച്ച പോലെ പിന്നെ റിപ്ലൈ കൊടുത്തത്. അതുകൊണ്ടാണ് രേണുസുതിയെ ഒതുങ്ങിയെന്ന് രേണുസുതി തന്നെ പറയുന്നുണ്ട്. എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിലും വലിയ ദേഷ്യം വരുത്തി ഇത് മുഴുവൻ ഞാൻ പുറത്തിടും. അപ്പോൾ ആളൊന്ന് സാ മട്ടിലായി എന്ന് പാവം പിടിച്ച പോലെയാണ് എന്ന് രേണുസുതി തന്നെ പറയുന്നു. ഫിറോസ് കാക്ക് ഇതിന് എന്ത് മറുപടിയാണ് ഉള്ളത്? എന്ത് മറുപടിയുണ്ട്? ഇനി അടുത്തൊരു വോയിസ് നമുക്ക് കേൾക്കാം കേട്ടോ. പറഞ്ഞായിരുന്നല്ലോ, പ്രതികരിച്ചായിരുന്നല്ലോ, അതിന്റെ തിരിച്ചും പ്രതികരിച്ച് ആള് സൗമ്യമായിട്ട് സംസാരിച്ചതുകൊണ്ട് തിരിച്ചെനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. എന്നെ ദേഷ്യം കയറ്റിക്കഴിഞ്ഞാൽ ഫിറോസിക്കൊക്കെ അറിയാം ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയാം, എനിക്ക് തന്നെ അറിയത്തില്ലെന്ന്. എന്തിനാ ദേഷ്യം കയറ്റുന്നത്? മര്യാദയ്ക്ക് ഇപ്പം പറഞ്ഞ പുള്ളി, അദ്ദേഹം മര്യാദയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനും മര്യാദയ്ക്ക് സംസാരിക്കും. ഫിറോസൊക്കെ നന്നായി പേടിച്ചു കിട്ടോ, അതുകൊണ്ട് തന്നെയാണ് ആൾ ഒതുങ്ങിപ്പോയി നന്നായിട്ട്. രേണുസുതി ഒരു തുറുപ്പുശീട്ട് ഇട്ടേ ഉള്ളൂ, കുൽസിതം എന്ന് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഫിറോസൊക്കെ സൈഡായി. കണ്ടില്ലേ, ഇപ്പം പറഞ്ഞിട്ടില്ലേ ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. അതിന് റെസ്പോൺസ് നിയമപരമായിട്ടല്ലേ നമുക്ക് നോട്ടീസ് കിട്ടി, അപ്പം തിരിച്ച് നിയമപരമായിട്ട് തന്നെ നമുക്ക് പോകാം. അതിനെപ്പറ്റി കൂടുതൽ നമ്മളിപ്പം വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പം സ്ഥലം തന്ന വ്യക്തി ഇത്രയും അധിക്ഷേപിച്ചത് പോരാഞ്ഞിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ പേര് തിരിച്ച് കേസ് കൊടുക്കുമെന്ന്, അതിൽ നിയമപരമായി നേരിടാൻ പോകുന്നത്. ശരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നെ നാണം കെടുത്തിയ വീഡിയോസ് മുഴുവൻ 7 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഇല്ലാതാക്കി തീർക്കണം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. ഇത്രയേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അതിന് ഇവർ വീണ്ടും തിരിച്ച് കേസ് കൊടുക്കാൻ പോകണം. അദ്ദേഹം വീടും തരണം, അദ്ദേഹം സ്ഥലവും തരണം, എന്നിട്ട് നിങ്ങളുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കണം, എന്നിട്ട് കേസും അയാളുടെ പേരിൽ നിങ്ങൾ കൊടുക്കാൻ പോകണില്ലേ? നല്ല വൃത്തിയുള്ള ആൾക്കാർ. ഇവരൊക്കെ ശരിക്കും ഇവർക്ക് ഇനിയും സഹായിക്കണം. ആൾക്കാർ ഇനി ഓടി നടന്ന് സഹായിക്കും. ഡയമണ്ട് നെക്ലസ് ഒക്കെ കൊടുത്തേക്ക് കേട്ടോ. ഇനി കല്യാണം മുസ്ലിം പൈനിയാണ് കേട്ടോ. അപ്പോൾ ഒരാളോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കണതൊക്കെ ഒന്ന് കുറച്ച് കേൾക്കുമല്ലോ, അപ്പോൾ ആളും കൂടി ഒന്ന് ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. അത് കല്യാണം 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അര വർഷം ഇപ്പോൾ കഴിഞ്ഞു, ആദ്യം 2 വർഷത്തിലേ പറഞ്ഞത്. ഇനി അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കട്ടോ, ഒന്ന് കേട്ട് നോക്കാം. ഒരാൾ വരുമ്പോൾ പുള്ളികളെ കേട്ടോളൂ എന്നല്ല പറയുന്നത്, കുറവ് ആയിരിക്കും കേൾക്കുന്നതിന്. നമുക്ക് സംസാരിക്കണമല്ലോ. നമുക്ക് ഇപ്പം എന്താ പറയുക എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ മറന്നെന്നോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, മനസ്സിലായോ? നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല, മറന്നിട്ടില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോവല്ല, ഞാൻ പറഞ്ഞ് സപ്പോസ് ഇപ്പെടുന്നത് സുധിച്ചേട്ടനെ അംഗീകരിക്കുന്നവരാണ്. പിന്നെ അത് ഞാൻ എന്നേ പറഞ്ഞല്ലോ, അങ്ങനെ ആണെങ്കിൽ തന്നെ സുധിച്ചേട്ടനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ലൊരു എന്താ പറയുക, നല്ല മനസ്സിൻ്റെ ഉടമേനെ ആയിരിക്കും ഞാൻ കല്യാണം കഴിക്കാൻ കഴിച്ചാൽ. സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാണ്. സുധിച്ചേട്ടൻ്റെ ഓർമ്മ നഷ്ടമാകാത്ത ഒരാളെ കല്യാണം കഴിച്ചാൽ പോരെ? മുസ്ലിം യുവാവുമായിട്ട് പ്രണയത്തിലാണെന്ന് റൂമേഴ്സ് വരുന്നുണ്ട്. ഗോസിപ്പല്ലേ, നമുക്ക് നോക്കാം അത് ഉണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2 വർഷം അങ്ങോട്ട് സമയം തന്നിട്ടില്ലേ, നമുക്കപ്പം നോക്കാം. 2 വർഷം ഇല്ല, ഇനി 1.5 വർഷം കൂടെ ഉള്ളെന്ന് തോന്നുന്നു. മിക്കവാറും മേ ബി ഒരു 85-90% കാണാൻ പറ്റും. ഇവർ കല്യാണം കഴിക്കാതിരിക്കുക അത് ഇവരുടെ ഭാഗത്തുള്ള കാര്യമാണ്. അത് നമുക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തിനാണ് ആൾക്കാരെ വിഡ്ഢികളാക്കുന്നത്? മുസ്ലിമാണ്, UK-കാരനാണ്, 90% ഉണ്ടാവും, തട്ടിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. ഇത് ആൾക്കാരെ കൊണ്ട് ചോദിപ്പിക്കുക. അതായത് ഈ 2-3 ചാനൽസിനെ ഇവർ ചോദിപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവർ ഈ ചേർത്തലയിൽ ഇനോഗ്രേഷൻ കഴിഞ്ഞാൽ പറയും, നെക്സ്റ്റ് നാളെ ഉണ്ടല്ലോ, നാളെ എനിക്ക് കോഴിക്കോടാണ്, അവിടേക്ക് എല്ലാവരും വരണം കേട്ടോ എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ വേഗം വീഡിയോസൊക്കെ കിട്ടി വൈറലാവാലോ എന്ന് വിചാരിച്ച് ഇവർ നേരെ വെച്ചിട്ട്
കഴിഞ്ഞു പിറ്റേ ദിവസം. അപ്പോൾ ഇവർ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന ഭാഗത്താണ് നാളെ, എനിക്ക് കോഴിക്കോടാണ് കേട്ടോ, എനിക്ക് ഇനോഗ്രേഷൻ ഉള്ളത്, അവിടെയാണ് കേട്ടോ ഇവിടെയാണ് കേട്ടോ എന്നൊക്കെ പറയും. ഇത് കേൾക്കേണ്ട താമസം ഇവരൊക്കെ ഓടിയെത്തും. എന്നിട്ട് ഇവർ പറഞ്ഞ ഈ പ്രിൻറ്റഡ് ക്വസ്റ്റ്യൻസ് കുറേ ഇങ്ങോട്ട് ചോദിക്കും. ഇവർക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ എന്താകണം? വൈറലായി നിൽക്കണം. അത് നെഗറ്റീവായാലും പോസിറ്റീവാണെങ്കിലും വൈറലായിക്കൊണ്ട് തന്നെ നിൽക്കണം. ബിഗ് ബോസിന് മുന്നേ നെഗറ്റീവായിട്ട് നിന്നിരുന്ന ആളാണല്ലോ അല്ലേ, അത്രയും വൈറലായിട്ട്. എന്നിട്ട് ബിഗ് ബോസിൽ കയറിയത്, എന്നിട്ട് പോസിറ്റീവായി ഇറങ്ങി. ഇപ്പം വീണ്ടും പണ്ടത്തിനേക്കാളും ഡബിളായിട്ട് നെഗറ്റീവായി. പക്ഷേ ആൾക്ക് ഡിമാൻഡ് കൂടി, പൈസയൊക്കെ നെഗറ്റീവ് ഹൈ ലെവലായപ്പോൾ ഡിമാൻഡ് ഭയങ്കരമായിപ്പോയി. അപ്പോൾ ആൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇനി 1.5 വർഷം കൂടി നിലനിൽപ്പുള്ളൂ, അതിൻ്റെ ഉള്ളിൽ മാക്സിമം ഞാൻ കൊയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞ് ആരുടെയെങ്കിലും തലയിൽ പോയി ശരിക്കും ഏണി വെച്ച് കയറാം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഇവരെ നടപ്പ്. അതിവരെ വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി. ഇവർ ആ ചിരിയും ഇവരുടെ ആ വർത്തമാനവും ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്തോ, നിങ്ങൾ മുസ്ലിമാണ് ഹിന്ദു ആണ്, ഇതൊന്നും നിങ്ങൾ തുറന്നു പറയേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ കല്യാണം, അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്, അത് നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങൾക്ക് പറഞ്ഞൂടെ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ എല്ലാവരും കിടന്ന് കുരങ്ങ് കളിപ്പിക്കുന്നത്? മനസ്സിലാവാണ്ട് ചോദിക്കാൻ. ഇത്രയും നേരം നിങ്ങൾ ബിഷപ്പിനെയും അതുപോലെ ഫിറോസിക്കാനെയും ഒക്കെ ആയിരുന്നു കുരങ്ങ് കളിപ്പിച്ചിരുന്നത്. അതുപോലെ നിങ്ങൾ മുടി എല്ലാ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു. ഇപ്പോൾ എല്ലാ ജനങ്ങളെയും കുരങ്ങ് കളിപ്പിച്ച് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് രേണുസുതി? ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ് ശരിക്കും രേണുസുതിയുടെ കണ്ടൻ്റാണ് ശരിക്കും. ഇൻസ്റ്റ തുറന്നാലും അതുപോലെ ഫേസ്ബുക്ക് തുറന്നാലും അതുപോലെ യൂട്യൂബ് തുറന്നാലും ഒക്കെ രേണുസുതി കണ്ടൻറ്റ്. എല്ലാവരും രേണുസുതി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. രേണുസുതി ആണെങ്കിൽ ഇതറിഞ്ഞിട്ട് തന്നെ കൊളത്തിക്കൊണ്ടിരിക്കുകയാണ്. രേണുസുതി തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഫിറോസുകാരൻ മനഃപൂർവ്വം ഞാൻ കൊളത്തിയത് തന്നെയാണ്. ഫിറോസുക അപ്പുറത്ത് ഒതുങ്ങി കൂടിയില്ലേ, അപ്പുറത്തൊരു റൂമിൽ ഒതുങ്ങിക്കൂടി ഫിറോസുക. പിന്നെ അനങ്ങിയിട്ടില്ല ഫിറോസുക പിന്നെ എന്താ പറഞ്ഞത്? പ്രേമത്തിൻ്റെ കാര്യം കുൽസിതത്തിൻ്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. അത് രേണുസുതി തന്നെ ഇപ്പോൾ ഇത് പറയുന്നില്ലേ, ഫിറോസുക ഒതുങ്ങിയത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്, എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ എന്ന്. ഇത് ഫിറോസുക കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ആ ചാറ്റുകൾ നിങ്ങൾ പുറത്ത് വിട്ടോളൂ, എനിക്കൊന്നുമില്ല, ഒരു ചുക്കുമില്ല, നിങ്ങൾ തന്നെ നേരിട്ട് വന്ന് പറയും. അവൾ ഏത് ചാറ്റാണ് പുറത്ത് വിടുന്നത് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി അനുഭവിക്കണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനത്തെ ചാറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളും കൂടി അനുഭവിക്കണം. അപ്പോൾ നിങ്ങളത് തയ്യാറല്ല. അതിൻ്റെ കാരണം നിങ്ങൾ തെറ്റുകാരാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പം നിങ്ങൾ തെറ്റുകാരനാണ്. കാരണം ഇത്രയും വെല്ലുവിളി നടത്തിയിട്ടൊന്നും നിങ്ങളൊരക്ഷരം മിണ്ടിയില്ല. ചിരിച്ചുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്. സ്ലാങ് മാറിപ്പോയതായിരിക്കാം, രേണുസുതിക്ക് തെറ്റിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതൊന്ന് ക്രെഡിറ്റാക്കി തോന്നിയോ? നിങ്ങളത് ഇത്രയും വലിയ സെലിബ്രിറ്റി, ഞാൻ മെസ്സേജ് അയച്ചു, ഞാനായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ക്രെഡിറ്റാക്കി എടുത്തോ? ചിലപ്പോൾ അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. അല്ല, സ്വന്തം ഭാര്യയും മക്കളൊക്കെ അറിയാനും സാധ്യതയില്ലേ? അപ്പോൾ നിങ്ങൾക്കിത് മാനക്കേടായിട്ട് തോന്നുന്നില്ലേ? ഇവരെ പോസിറ്റീവ് പറയുന്നവർ മാത്രമേ ഇവരെ ചുറ്റും നിൽക്കാൻ പാടുള്ളൂ, ഇവരെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഇവർ സമൂഹത്തിൽ ഇറങ്ങിപ്പോയിട്ടാണ് നടക്കുന്നത്. ഇവർ വീടിൻ്റെ ഉള്ളിലിരുന്നിട്ടല്ല ഇവരെ ഫോട്ടോ എടുക്കുന്നത്. പണ്ട് ദിലീപിൻ്റെ വീട്ടിലേക്ക് ഡ്രോൺ പറത്തിയില്ലേ റിപ്പോർട്ടർ ചാനലിൽ, അതുപോലെയല്ല ഈ സംഭവം. ഇത് നേരിട്ടിറങ്ങി സമൂഹത്തിൽ ഇറങ്ങിക്കിടന്ന് നടക്കുന്നവരെ എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുനിന്ന് വരും. അതിങ്ങനെ ഇനോഗ്രേഷനൊക്കെയാണ്. അത് ശരിക്കും നിങ്ങളുടെ കുടുംബസ്വത്വം ഒന്നുമല്ല. അത് ഒരു കടയുടെ ഇനോഗ്രേഷനാണ്. ആ നാട്ടിലുള്ളവർ വന്ന് ഫോട്ടോ എടുത്തതിന് അതിനും തെറ്റ്, വീഡിയോ എടുത്തതിന്. പാത്തും പതുങ്ങിയും മാസ്ക് വെച്ച് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തു എന്ന് പറയുന്നു. രേണുസുതിയെ കാണാനുള്ളവർ വരുമെന്ന് പറയുന്നു. പിന്നെ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ അധികമില്ല എന്ന് അവർ പറഞ്ഞതിന് അതിനും അവർക്ക് കുറ്റമാണ്. ഉള്ള സംഭവം ഉള്ള പോലെ പറയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.